കടപ്പുറത്തു നിന്നും നേരെ മാളികയിലേക്ക് വന്ന് അവിടെ രാത്രിഭക്ഷണം കഴിഞ്ഞതും മലയമാൻ അടുത്തെവിടെയോ നടക്കുന്ന കഥാപ്രസംഗം കേൾക്കാൻ പോയി. അർജുനപുത്രനായ അരാവാന്റെ കഥയായിരുന്നു അത്. എന്നാലും പഴയ ആൾക്കാരുടെ ഊർജം സമ്മതിക്കണം. യാത്രാക്ഷീണം കണക്കാക്കാതെ കഥ കേൾക്കാൻ പോയത് കണ്ടില്ലേ? ആദിത്യൻ പറഞ്ഞു. താങ്കളും പഴയതിന്റെ മികവ് പുകഴ്ത്തുന്ന കൂട്ടത്തിൽ ചേർന്നോ? പഴയ ആളുകൾ ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യുന്നില്ലേ? ഉദാഹരണത്തിന് താങ്കളുടെ കാര്യം തന്നെ എടുക്കാം. ഇത്രയും ചെറുപ്രായത്തിൽ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് ധീരസാഹസകൃത്യങ്ങൾ ചെയ്ത എത്ര പേർ താങ്കളുടെ കുടുംബത്തിലുണ്ട്? പാർത്ഥിപൻ ചോദിച്ചു. പാർത്ഥിപ, എൻ്റെ വലിയ മുത്തശ്ശൻ രാജാദിത്യന് എനിക്കുണ്ടായതുപോലെ വലിയൊരു സൈന്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം സമുദ്രം പോലെ വന്ന രാഷ്ട്രകൂടരുടെ വലിയ സൈന്യത്തെ തകർത്തില്ലേ? അതുപോലെ നിന്റെ കുലത്തിലെ നരസിംഹ പല്ലവർ തുംഗഭദ്ര മുതൽ നർമ്മദ വരെയുള്ള പ്രദേശത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന പുലികേശിയെ തോൽപ്പിച്ച് വാതാപി നഗരത്തിൽ വിജയസ്തംഭം സ്ഥാപിച്ച കഥ നീ കേട്ടിട്ടില്ലേ? യുദ്ധം കഴിഞ്ഞ അദ്ദേഹം ഗുഹാക്ഷേത്രങ്ങൾ, ശില്പകല എന്നൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞു. സാമ്രാജ്യം പിന്നെ വളർന്നില്ല. പാർത്ഥിപൻ പറഞ്ഞു. സാമ്രാജ്യങ്ങളെല്ലാം ഒരു കാലത്ത് വളരുന്നു, വേറെ കാലത്ത് ഇല്ലാതാകുന്നു. ഈ ചോള സാമ്രാജ്യവും ഒരു കാലത്ത് പഴങ്കഥയാകും. നരസിംഹ പല്ലവനെ കരിങ്കലിൽ അദ്ദേഹം ചെയ്ത കലാസൃഷ്ടികൾ ഉള്ളതുവരെ ഇനി വരാൻ പോകുന്ന മനുഷ്യരെ ഓർക്കും. നമ്മൾ എന്തു ചെയ്തു? കുറെ മനുഷ്യരെ യുദ്ധങ്ങളിൽ കൊന്നുകൂട്ടി. ആദിത്യൻ പറഞ്ഞു. താങ്കൾ ഇങ്ങനെ സംസാരിക്കുന്നത് താങ്കളുടെ ഇന്നത്തെ മനോവിഷമം കൊണ്ടാണ്. അതെന്താണെന്ന് എന്നോടുള്ളത് തുറന്നു പറഞ്ഞുകൂടെ? പാർത്ഥിപൻ അപേക്ഷിച്ചു. പാർത്ഥിപ, എൻ്റെ ഹൃദയം തുറന്നു നോക്കിയാൽ അതിൽ പഴവൂർ ഇളയറാണിയുടെ മുഖം മാത്രമേ കാണൂ. വഞ്ചകിയായ അവൾ സദാ എൻ്റെ ഹൃദയം കുത്തി നോവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ആദ്യമായി നിന്നോടാണ്. യുവരാജാവേ, അതെനിക്ക് സംശയമുണ്ടായ കാര്യം തന്നെയാണ്. അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ താങ്കളുടെ മുഖത്ത് കാണുന്ന വേദന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താങ്കളുടെ പിതൃസമാനായ പഴുവേറ്റരയരുടെ അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച അദ്ദേഹത്തിൻ്റെ പത്നിയെക്കുറിച്ച് ഇങ്ങനെ ഒരു ചിന്ത താങ്കളുടെ മനസ്സിൽ വന്നുകൂടാ. അതെനിക്കറിയാത്തതല്ല സഹോദര. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളുമല്ല എന്ന് നിനക്ക് നല്ലവണ്ണം അറിയാമല്ലോ. അവൾ അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു കഥയാണ്, എൻ്റെ ബാല്യകാലത്തെ കഥ. ഇതിൽ ആരാണ് കുറ്റം ചെയ്തത്, ആരാണ് നിരപരാധി എന്ന് ഞങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ അറിയൂ. ഏതായാലും നീ നാളെ ലങ്കയ്ക്ക് പോവുകയല്ലേ? ഇതും കൂടി കേട്ടിട്ട് പോ. ആദിത്യ കരികാലൻ ആ കഥ പറയാൻ തുടങ്ങി. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ഒരു നാൾ പഴയാറയിലെ ഞങ്ങളുടെ അരമനയുടെ പിറകുവശത്തുള്ള നീരോടയിൽ ഞങ്ങൾ തോണി തുഴഞ്ഞ് കളിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പെരിയാപ്പട്ടി എന്ന് വിളിക്കുന്ന ചെമ്പിയൻ മഹാദേവി ഞങ്ങളെ വിളിക്കുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് ഓടി. ഞങ്ങളെ 3 പേരെയും അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 3 പേർ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരാൾ ഏകദേശം ഞങ്ങളുടെയൊക്കെ പ്രായം വരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. മറ്റു 2 പേർ അവരുടെ മാതാപിതാക്കളാണെന്ന് തോന്നി. ആ പെൺകുട്ടി അവളുടെ വിടർന്ന കണ്ണുകൾ കൊണ്ട് ഞങ്ങളെയെല്ലാം നോക്കിയതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിലുള്ള ആദ്യ ചിത്രം. ഇതാരാണ് മുത്തശ്ശി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പാണ്ഡ്യനാട്ടിൽ നിന്നും ഈശാന ഭട്ടർ എന്ന ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അടുപ്പമുള്ള പുരോഹിതന്റെ വീട്ടിൽ വന്നവരാണെന്നും കുറേ നാൾ അവിടെ കാണും എന്നും ചെമ്പിയൻ മഹാദേവി പറഞ്ഞു. ഈ കുട്ടിയുടെ പേര് നന്ദിനി എന്നാണ്. ഇവളെയും നിങ്ങളുടെ കൂടെ കളിക്കാൻ കൂട്ടിക്കോളൂ, അവർ പറഞ്ഞു. എൻ്റെ അനിയത്തി കുന്തവയ്ക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ല. സ്ത്രീ സഹജമായ അസൂയ തന്നെ എന്നെനിക്ക് മനസ്സിലായി. നന്ദിനി വളരെ വളരെ സുന്ദരിയാണ് എന്ന് പറഞ്ഞ് ഞാൻ കുന്തവയെ ദേഷ്യം പിടിപ്പിക്കാറുണ്ടായിരുന്നു. ഞാനും നന്ദിനിയും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. പാണ്ഡ്യനാട്ടിലെ യുദ്ധത്തിന് ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ അച്ഛനോടൊപ്പം പോയി. യുദ്ധത്തിൽ വീരപാണ്ഡ്യൻ പരാജയപ്പെട്ട് ഓടി രക്ഷപ്പെട്ടു. അവരെ സഹായിക്കാൻ വന്ന സിംഹള സൈന്യത്തെ സേതുകര വരെ ഞങ്ങൾ പിന്തുടർന്നു തുരത്തി ഓടിച്ചു. പകരം കൊടുമ്പാളൂർ ചെറിയ വേളാരിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ലങ്കയ്ക്ക് അയക്കാൻ തീരുമാനിച്ചു. അവർ പോകാനുള്ള സന്നാഹങ്ങൾക്കായി ഞങ്ങൾ അവിടെ കുറച്ചുനാൾ. ഞാൻ വീണ്ടും പഴയാറയിലേക്ക് തിരിച്ചു വരുമ്പോൾ 2 വർഷങ്ങൾ കഴിഞ്ഞു. മധുരയിൽ നിന്നും വന്ന ആ അർച്ചകരുടെ മകളെ ഞാൻ എന്നോ മറന്നിരുന്നു. തിരിച്ചു വന്നപ്പോൾ അവളെയും എൻ്റെ അനിയത്തിയെയും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അടയാളം അറിയാത്ത വിധം അവരെ യൗവനം മാറ്റിയിരുന്നു. നന്ദിനിക്ക് എന്നെ കണ്ടാൽ നാണമായിരുന്നു. അവളെ കാണുന്നതിനും അവളോട് സംസാരിക്കുന്നതിനും ഞാൻ അവസരങ്ങൾ ഉണ്ടാക്കി. ഞങ്ങൾക്ക് പ്രായപൂർത്തിയായെന്നും അതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ കൂട്ടുകൂടുന്നത് ശരിയല്ല എന്നും ചെമ്പിയൻ മഹാദേവി എന്നെ ഗുണദോഷിച്ചു. ജീവിതത്തിൽ ആദ്യമായി എനിക്ക് അവരോട് ദേഷ്യം വന്നു. എൻ്റെ പ്രവൃത്തികൾ അവരറിയാതെ തുടർന്നുകൊണ്ടിരുന്നു. കുന്തവയ്ക്കും നന്ദിനിയോട് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. അതധികകാലം നീണ്ടു നിന്നില്ല. ഒരു നാൾ നന്ദിനിയും കുടുംബവും പാണ്ഡ്യനാട്ടിലെ അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി എന്ന് കേട്ട് എനിക്ക് സഹിക്കാനാകാത്ത ദുഃഖവും കോപവും വന്നു. കൂടുതൽ ചിന്തിക്കാൻ സമയം ലഭിക്കാതെ അടുത്ത യുദ്ധം വന്നു. തിരുമുനൈ പാണ്ഡി, തൊണ്ടമണ്ഡലം എന്നീ സ്ഥലങ്ങളിൽ രാഷ്ട്രകൂടരുടെ പക്കൽ നിന്നും തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയായിരുന്നു അത്. ആ സൈന്യത്തിൻ്റെ കൂടെ ഞാനും വന്നു.
അപ്പോഴാണ് പാർത്ഥിവ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത്. പിന്നെയുള്ള കഥകൾ നിനക്കറിയാമല്ലോ. മുത്തശ്ശൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കാഞ്ചി നഗരം പിടിച്ചു. ഈഴം യുദ്ധത്തിൽ ചെറിയ വേളാർ വീരസ്വർഗം പ്രാപിച്ചു. മാളത്തിൽ ഒളിച്ച് എലി തിരിച്ചു വരുന്നതുപോലെ വീരപാണ്ഡ്യൻ തിരിച്ചു വന്ന് വീണ്ടും സൈന്യം സംഘടിപ്പിച്ച് മധുര തിരിച്ചു പിടിച്ചു. അപ്പോഴേക്കും കാലിൻ്റെ അസുഖം ആരംഭിച്ചിരുന്ന എൻ്റെ അച്ഛൻ മധുരയ്ക്ക് പോകുന്നത് ഞാൻ തടഞ്ഞു. അച്ഛന് പകരം ഞാൻ പോയി മധുര തിരിച്ചു പിടിച്ച് വീരപാണ്ഡ്യൻ്റെ തല പഴയാറയിൽ കൊണ്ടുവരുമെന്ന് വാക്കുകൊടുത്തു. നമ്മൾ രണ്ടുപേരും കൊടുമ്പാളൂർ വലിയ വേളാർ ഭൂതിവിക്രമകേസരിയുടെ നേതൃത്വത്തിലുള്ള പടയിൽ ചേർന്നു.